നമ്മുടെ ചെക്കന്മാർ ഇപ്പോൾ മാങ്ങ പൊട്ടിക്കാനുള്ള വാശിയിലാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, നമ്മുടെ വീട്ടിൽ ഒരുപാട് ചപ്പിക്കൂടിയ മാങ്ങയുടെ മരങ്ങളാണുള്ളത്, മാവുകളുള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ താഴെയാണ് ഇങ്ങനെ കൊലച്ച് കൊലച്ച് നിൽക്കുക കേട്ടോ. അപ്പം അതിപ്പോൾ അതേ വടിയെടുത്തും ചൂലൊക്കെ എടുത്തും ചാടിക്കയറിയൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഒരു പൊടിക്കും കൂടെ ഹൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നിനി കാണത്തേ ഇല്ല. നമ്മുടെ വീട്ടിൽ 10 ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഒരു കുന്ന് ഡ്രസ്സുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു 5-8 അഴക്കുണ്ടാവും കേട്ടോ. ഇത് മൊത്തം എൻ്റെ മാത്രം ഡ്രസ്സുകളാണ്. സ്കൂളിൽ നിന്ന് 3:30 എത്തിക്കഴിഞ്ഞാൽ 6 മണി വരെ മുറ്റത്ത് കളിയായിരിക്കും. പിന്നെ നമ്മുടെ സ്ക്രീൻ ടൈമാണ്. ഈ ഒരു സമയത്ത് ഇവർ കൊതും കൂടെ തിന്ന് കൊല്ലും. ദൂരം കൊതുക്കളാണെന്നറിയാം. പുറത്തുനിന്ന് തന്നെ ഒരുപാട് കൊതുവരെ കൊത്തിയിട്ടുണ്ടാവും. ഇപ്പം അല്ലുട്ടനും വാശിയായിരിക്കും, കാരണം മേത്തൊക്കെ ഇങ്ങനെ തടിച്ചു പൊന്തി പ്രശ്നങ്ങളാണ്. ഇത് നമ്മുടെ മാമരത്തിൻ്റെ ഒരു സ്റ്റിക്കറാണ്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതുക്കുള്ള പരിസരത്തേക്ക് വരില്ല, കാരണം അതിൻ്റെ സ്മെല്ല് എങ്ങനെയാണ്, ഈ ഒരു പുൽത്തയിലുണ്ടല്ലോ അതിൻ്റെ ഒരു ഡബിൾ സ്ട്രോങ് സ്മെല്ലാണ് ഇതിന്. അപ്പം നമ്മൾ വിചാരിക്കും കുട്ടികൾ ശ്വസിച്ച പ്രശ്നം ഉണ്ടാവുമെന്ന്. അതൊന്നും പ്രശ്നമില്ല കേട്ടോ. നമ്മളിത് മേത്തൊട്ടിച്ച് കൊടുത്താൽ മതി, നമുക്കായാലും നമ്മുടെ മേത്തൊട്ടിക്കാം. ഇതിന് നിസ്സാര വിലയും വരുന്നുള്ളൂ. 24 പാച്ചും ഇതിൽ അവൈലബിൾ ആണ്. കൊതുകുകൾ ഇങ്ങനെ ചൂണെടുക്കുന്ന ഒരു സ്മെല്ലായിരിക്കും. നമ്മുടെ ഹോളിലൊക്കെ ഫുള്ള് ഇതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലായിരിക്കും. വളരെ നല്ലതാണ്. നമുക്ക് രാത്രി കിടക്കുമ്പോഴെല്ലാം ഇത് ഒട്ടിച്ച് കൊടുത്തു, കാരണം ഈ ചില ദിവസങ്ങൾ രാത്രിക്ക് ഭയങ്കര കൊതുക്കുള്ള ശല്യം ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ നമ്മളിത് ഭക്ഷണം കൊടുത്തു. നമുക്കൊരു സദ്യ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ചോറും കറികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ രാത്രിക്ക് എനിക്ക് ഭയങ്കര സമൃദ്ധമായ ഭക്ഷണമാണ്, കാരണം എനിക്ക് ഈ വെജിറ്റബിളാണ് കുറച്ചും കൂടെ അധികം ഇഷ്ടമുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 8 മണിയാകുമ്പോഴത്തേനും പിള്ളേരൊക്കെ എടുത്തി ഉറക്കും. അപ്പോൾ ഈ ഒരു പാച്ച് വേണ്ടവർക്ക് ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ.